സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റി പോകരുത് കേട്ടോ. ഇത് തൊപ്പിക്ക് ഇതായിട്ട് നമ്മുടെ നിയാസ് ഉസ്താദ് എന്ന ആ ഉസ്താദ് പറയുന്ന വാക്കുകളാണ്. തൊപ്പി എന്ന നിയാദിന് വേണ്ടിയിട്ട് എന്താണെന്നറിയാം ഈ ഉസ്താദിൻ്റെ ഒരു സ്വഭാവം. ഈ ഉസ്താദ് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ഉസ്താദിൻ്റെത്. ചില ഉസ്താദന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കളിയാക്കിയിട്ട് ഹാസ്യ രൂപത്തിലെടുത്തിട്ട് അത് കൊടുക്കില്ല അവർക്ക്. അപ്പോൾ അയാൾ മുമ്പ് പിന്നെയും തെറ്റിലുകളിലേക്കല്ലേ പോകുന്നുള്ളത്. പക്ഷെ നമ്മുടെ ഈ നിയാസ് ഉസ്താദ് എന്താണ് ചെയ്യുന്നതെന്നറിയോ? ഏതൊരാളും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നല്ല രീതിയിൽ മനസ്സിലാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഉസ്താദാണ് നിയാസ് ഉസ്താദ്. നിയാസ് ഉസ്താദ് ഈ തൊപ്പിനെ പറ്റിയിട്ട് എന്ത് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. തൊപ്പി എന്ന നിഹാദിനെയും അവരുടെ കൂട്ടുകാരെയും ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തട്ടിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് അവർ വലിയ ചങ്ക് ബ്രോസുകളായിരുന്നു. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയണേ, ഈ തൊപ്പി എന്ന് പറയുന്ന ഈ നിഹാലും ഇവരെ ഈ കൂട്ടുകാരും ഇപ്പൊ തെറ്റിയത് എല്ലാവർക്കും അറിയല്ലോ. പക്ഷേ ഇല്ലേ, നമ്മൾ എല്ലാവരും കേരളത്തിൻ്റെ ഓരോരോ ആൾക്കാർ ഏതെങ്കിലും ഒരു ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസും കാര്യങ്ങളുമായിട്ട് അതിന് കംപ്ലൈൻറ്റ് കൊടുക്കാനും അതിന് രജിസ്റ്ററാക്കാനും വേണ്ടിയിട്ട് പോകുന്നു. ഇവരെ ഈ ഒരു പരിപാടിക്ക് ആരും എന്തുകൊണ്ട് മുന്നിട്ടിട്ട് ഇറങ്ങാത്തത്? നമ്മുടെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രിയായ നമ്മുടെ ബഹുമാനനായ രമേശ് ചെന്നിത്തല തൂഫാൻ എന്ന ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ലഹരിക്കെതിരെ. അതിൽ കൂടിയിട്ട് ഇവരും ചോദ്യം ചെയ്യണം, ഇവരും ഇതാക്കണമെന്നാണ് ഞാൻ പറയുന്നുള്ളത്. അത് തൊപ്പി ആയിക്കോട്ടെ, മറ്റുള്ള അതിലേക്കുള്ള കൂട്ടുകാരായിക്കോട്ടെ, എല്ലാവരും പിടിച്ചിട്ട് ചോദ്യം ചെയ്യണം. അതിലാണ് ആ തൊപ്പിൻ്റെ വീഡിയോയിൽ എന്ത് പറയുന്നുള്ളത്. ഇപ്പുറത്തെ സൈഡ് സമീറും അവരുടെ ടീമുണ്ട്, ജാസി അവരും ടീമുണ്ട് പറഞ്ഞിട്ട് അവരും പറയുന്നുണ്ട് ഇവന് മറ്റേ കഞ്ചാവ് അടിച്ചിട്ടുണ്ട്, ഇവന് കള്ള് കുടിച്ചിട്ടുണ്ട്, അങ്ങനെ ഓരോരോ വീട് ഇവന് മറ്റത് ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കാൻ പറ്റാത്ത വാക്കുകളാണ് നമ്മൾ ഇന്ന് യൂട്യൂബ് തുറന്നിട്ട് കേൾക്കുന്നുള്ളത്. ഇത് എന്തിന് നമ്മൾ ഈ മലയാളികളായി നമ്മൾ കേട്ടിരിക്കുന്നത്? മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, എന്തിന് കേൾക്കുന്നുള്ളത്. ഇതിനെതിരെ ഓരോരാൾ ശബ്ദിക്കണമെന്നാണ് ഞാൻ പറയുന്നുള്ളത്. കാരണം വെച്ചാൽ ഇവരെ ഓരോരോ വാക്കുകളും ചീത്ത ഒരു ഫാമിലി ആയിട്ട് തന്നെ ഒരു കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ടോ? ഇവരെ ഈ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കുക. ആർക്കെങ്കിലും നോക്കാൻ പറ്റുന്നുണ്ടോ? ഇവർ ഓരോരോ ലൈവ് ഇപ്പോൾ അപ്പുറം തെറ്റിയതിന് ശേഷം അവൻ അങ്ങനെ ചെയ്യുന്നുള്ളത് ആ വീഡിയോ കാണിക്കുന്ന ഇതിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു. എത്ര നമ്മളെ സഹോദരിമാർ, നമ്മളെ മക്കൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്. യൂട്യൂബ് എന്തായാലും കുട്ടികളും മറ്റേ പെണ്ണുങ്ങളും എന്തായാലും തട്ടി ഇതാക്കിയിട്ട് പോകുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇവരെ ഈ ഒരു സ്വഭാവം കാണുമ്പോണ്ടല്ലേ ഇവരെല്ലാം പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന്, ഈ തൂഫാനിൽ ഇവരെയും അറസ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം വ്യക്തിപരമായിട്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയണം കേട്ടോ. ഞാൻ ഈ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മളെ പ്രിയപ്പെട്ട നിയാസ് ഉസ്താദിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കിടക്കാലോ. തൊപ്പി എന്ന നിഹാദിനെയും അവരുടെ കൂട്ടുകാരെയും ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തട്ടിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് അവർ വലിയ ചങ്ക് ബ്രോസുകളായിരുന്നു. ഇപ്പൊ പല കാര്യങ്ങൾ പറഞ്ഞു തെറ്റി പരസ്പരം ചെളിമാറി അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ അബദ്ധങ്ങളെയും തെറ്റുകളെയും സമൂഹ മാധ്യമങ്ങൾ തുറന്നു കാണിച്ച് പരസ്പരം തന്നെ കുറ്റപ്പെടുത്തി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോ അവർ ആരാണോ തെറ്റ് ശരി എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, സൗഹൃദങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ വന്ന പിഴവ് മാത്രമാണ്. പരിശുദ്ധമായ ഇസ്ലാം സൗഹൃദങ്ങളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് രണ്ട് കൂട്ടുകാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ സ്നേഹിക്കുകയാണെങ്കിൽ അവർക്ക് അർശിന്റെ തണൽ കിട്ടുമെന്ന് പഠിപ്പിക്കുമ്പോൾ ഏത് മാർഗത്തിലാണ് നമ്മുടെ പ്രിയമുള്ള കൂട്ടുകാരൻ നാം ചിന്തിച്ചാൽ മാത്രം മതി. നമ്മളൊക്കെ പൊതുവെ ആശിക്കുന്ന കൂട്ടുകാരെന്താ അറിയോ? നമ്മൾ ഏതെങ്കിലും പെമ്പിള്ളാരെ സൈറ്റ് അടിക്കുമ്പോൾ കൂടെ നിൽക്കാനും, ട്രിപ്പിൾ വെച്ച് പോയി അടിച്ചു പൊളിക്കാനും, എവിടെയെങ്കിലും ട്രിപ്പ് അടിക്കുമ്പോൾ ആഘോഷമായി ഡാൻസ് കളിച്ച് കൂടെ നിൽക്കാനും, ലഹരി പങ്കിടാനും, ഏത് വൃത്തികളിലും അയ്യോ ഞാൻ ഉണ്ടടാ എന്ന് പറയുന്നവർ തന്നെയാണ് നമ്മളൊക്കെ കൂട്ടുകാരൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ആയിരിക്കണം കൂട്ടുകാരെ തെരഞ്ഞെടുക്കേണ്ടത്? നിനക്കൊരു തെറ്റ് പറ്റുമ്പോൾ, നീ ഒരു ഹറാമിലേക്ക് അറിയാതെ വഴുതി വീഴുമ്പോൾ നിന്റെ കൈ പിടിച്ച് കളിയാ പോകല്ലടാ, അന്നാല് പൊരുത്തില്ലടാ. പക്ഷെ ഈ പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദ്, ഇവർ ചെയ്യുന്നത് തന്നെ ഹറാമിലേക്ക് തന്നെയല്ലേ ഇവർ ചെയ്യുന്നുള്ളത് ഉസ്താദ്? നമ്മൾ കാണുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, നീ എന്നോടൊപ്പം സ്വർഗത്തിൽ കിടക്കേണ്ടവനാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് നിന്നെ നന്മയുടെ വാതിൽ കാണിച്ചിരുന്ന ആരെങ്കിലും ഒരുത്തുണ്ടോ? അവനെ നീ ചേർത്ത് പിടിച്ചോ, അവനായിരിക്കും നിന്റെ സൗഭാഗ്യം. അവനാണ് നിന്റെ നാളത്തെ ആലസ്യന്റെ കൂട്ടുകാരൻ. അല്ലാത്തവന്മാരൊക്കെ വഴിപിടച്ചവന്മാരാ. മനസ്സിലാക്കണം, നീ ഓടി 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 ഏതെങ്കിലും തിന്മകൾ പോയി ചാടുമ്പോ നിന്റെ കൂടെ നിൽക്കുന്നവൻ അവൻ തെമ്മാടിയാണെങ്കിൽ അവൻ മുങ്ങിയിരിക്കും, അവൻ നിന്നെ മുതുകാല് വെട്ടിയിരിക്കും. എത്ര ചെറുപ്പക്കാര് അബദ്ധങ്ങളിൽ പോയി ചാടി കൂട്ടുകാർ കാരണം ജീവിതം നഷ്ടപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വരുന്നവരുണ്ട്. ഇപ്പൊ കൂട്ടുകാരന്റെ കാണില്ലടോ. അവൻ നിന്റെ തിന്മയിൽ മാത്രമേ നിനക്ക് കൂട്ടുണ്ടാവൂ. അവൻ നിന്നെ ചതിക്കാൻ കൂടിയതാ. അവൻ ഒരിക്കലും നിന്റെ നന്മ ആഗ്രഹിച്ചിട്ടില്ല. നന്മ ആഗ്രഹിക്കണമെങ്കിൽ നിന്റെ ആഗ്രഹം കുതിക്കുന്ന കൂട്ടുകാരനാകണം. പിന്നെ തൊപ്പി
സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ മാത്രമല്ല കൂടെ നിൽക്കുന്നത്, മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോഴും നാളെ ആഖിറത്തിൽ കൈപിടിക്കാനും സിറാത്ത് പാലത്തിന്റെ മുമ്പിലും മീസാന്റെ ചാരത്തും എല്ലായിടത്തും നിനക്ക് കൂട്ടുനിൽക്കുന്ന മുത്ത് റസൂലിനേക്കാൾ വലിയ ആരാണോ നമുക്കൊരു നേതാവും റോൾ മോഡലൊക്കെ വേണ്ടത്? ഹബീബിലേക്ക് ചേരടോ, അവിടെ മാത്രമേ വിജയമുണ്ടാകൂ. മുത്ത് റസൂൽ പാതിവഴി നിന്നെ ഉപേക്ഷിക്കില്ല, നിന്നെ ചതിക്കൂല, തിന്മയിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യില്ല. നിന്റെ ഉയർച്ച മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഹബീബിനെ ഒന്ന് പ്രണയിക്ക്. അല്ലാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. തൊപ്പിയടക്കമുള്ളവരോട് പറയാം, നിങ്ങളുടെ കൂടെ കൂടിയവരെല്ലാം പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമായിരുന്നു. ഇനിയെങ്കിലും കൂട്ടുകൂടാൻ ആൾക്കാർ വരുമ്പോൾ തെരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധയില്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചതെല്ലാം തരും. ജാഗ്രത. എത്ര സത്യസന്ധമായിട്ടല്ല ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തി തന്നെ ഇപ്പൊ നിങ്ങളല്ല, ഒരുപാട് കുട്ടികളാണ് ഇതിൽ അടിമപ്പെട്ടിട്ടുള്ളത്. ഈ തൊപ്പിന്റെ ഇത് നടത്തിയിട്ട് തൊപ്പി നടത്തിയിട്ട്. പക്ഷെ ഇന്ന് അവരവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്തല്ലേ, സുബ്ഹാനല്ലാഹ്, കേൾക്കുമ്പോൾ തന്നെയല്ലേ ഞാൻ പറയുന്നതല്ലേ, ഇതിനെതിരായിട്ട് സംസാരിക്കണം. നിങ്ങൾ ഓരോരാളും സംസാരിക്കും. എന്നിട്ട് ഇപ്പോൾ അവർ ലൈവ് വന്നിട്ടാകുമ്പോൾ ഓരോരാൾ സപ്പോർട്ട് ചെയ്യുന്ന തൊപ്പിൻ്റെ ടീം, പിന്നെ തൊപ്പി ലൈവ് വന്നിട്ടാകുമ്പോൾ അവരുടെ ടീം ഇങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുന്നു, ഇവരെ ചീത്ത വിളിക്കുന്നത് അങ്ങോട്ടേക്കും ചീത്ത വിളിക്കുന്നത്. എവിടത്തേക്ക് എത്തി എൻ്റെ സഹോദര സഹോദരിമാരെ ഈ സംഭവം കാണുമ്പോഴുണ്ടല്ലോ, സങ്കടം തോന്നുകയാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുമ്പോൾ. എന്നിരുന്നാലും ഇതിനെതിരായിട്ട് ഓരോരാൾ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമുള്ളത് കേട്ടോ.